ഡോക്ടർ, ഒരു ന്യൂറോളജിസ്റ്റിനോട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ന് ഉള്ളത്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം മിക്കവാറും ഉള്ളവർക്കെല്ലാം ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നുമുണ്ട്. അപ്പോൾ എന്താണെന്ന് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറിന് പറയാനുള്ളത് എന്തായിരിക്കും? മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ചുറ്റും ഒരു ആവരണമുണ്ട്. മെനിഞ്ചസ് 3 ലെയറുള്ള ഒരു ആവരണമാണ്. നമ്മുടെ ബ്രെയിനിന് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു ലെയറാണ്. ആ മെനിഞ്ചസിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത് മെനിഞ്ചസിനെ മാത്രം ഇൻവോൾവ് ചെയ്യുന്നതിനെ മെനിഞ്ചൈറ്റിസ് എന്നും പറയും. അതിൽ നിന്ന് അത് സ്പ്രെഡ് ചെയ്ത് താഴോട്ട് വന്ന ബ്രെയിനിനെ കൂടെ അത് അഫക്റ്റ് ചെയ്യുമ്പം എൻസെഫലൈറ്റിസ് എന്ന് പറയും. ചില സമയങ്ങളിൽ ഇത് രണ്ടും ചേർന്ന് വരും, മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇത് ഇൻഫെക്ഷൻ വരാൻ പല കാരണങ്ങളും ഉണ്ടാവും. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. അതാണ് ഇപ്പോൾ ഈ വെള്ളത്തിലൊക്കെ കുളിക്കുമ്പോൾ വരുന്ന മസ്തിഷ്ക ജ്വരമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ബാക്ടീരിയ കൊണ്ട് ഉണ്ടാകാം, വൈറസ് കൊണ്ട്, ഫംഗസ് കൊണ്ട്, പാരസൈറ്റ്സ് കൊണ്ടുണ്ടാകും. ഇതിൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നതിൽ പെടുന്നതാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം. ബാക്ടീരിയ പലതരത്തിലുള്ള ബാക്ടീരിയകൾ കൊണ്ടുണ്ടാകാം. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, അങ്ങനെ കുറച്ച് ബാക്ടീരിയകളുണ്ട്. അതായിരുന്നു കോമൺ ആയിട്ടും, അതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ കോസും ഏറ്റവും കൂടുതലായിട്ടുള്ള കാരണം ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് തന്നെയാണ്. അതാണ് നമ്മൾ സാധാരണ പറയുന്ന മെനിഞ്ചൈറ്റിസ്. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മൾ ഈ ഈയിടെയായിട്ട് കൂടുതലായിട്ട് നമ്മൾക്ക് അങ്ങനത്തെ കേസുകൾ വരുന്നുണ്ട്. അത് കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ് വരുന്നത്. അത് പല തരത്തിലുള്ളതുണ്ട് അതിൽ. ഇപ്പോൾ എന്ത് കോസ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നത്.